പട്ടാമ്പി നഗരസഭയിൽ വോട്ടർ പട്ടിക പേര് ചേർക്കൽ ഹിയറിംഗിൽ പരാതി ഉന്നയിച്ച ഫയലുകൾ കാണാതായ സംഭവത്തിൽ സംഘർഷാവസ്ഥ. പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. CPM-ഉം ഉദ്യോഗസ്ഥരും ചേർന്ന് ഫയലുകൾ മുക്കിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പട്ടാമ്പി നഗരസഭയിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് സംഘർഷാവസ്ഥ ഉണ്ടായത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനുമുള്ള അവസാന ഹിയറിംഗ് ആയിരുന്നു ഇന്ന്. കടവ് വാർഡിലെ പരാതി നൽകിയ 2 ഫയലുകൾ കാണാതെയായെന്നാരോപിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. പെരുവക്കടവിലെ സ്ഥിര താമസക്കാർ അല്ലാത്ത ആളുകളുടെ 3 ഫയലുകൾ CPM-ഉം ഉദ്യോഗസ്ഥരും ചേർന്ന് മുക്കിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കാണാതായ ഫയലുകളുമായി ബന്ധപ്പെട്ട സംഭവം രേഖാമൂലം എഴുതി തരണമെന്ന ആവശ്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചു. തുടർന്ന് പട്ടാമ്പി പോലീസ് സംഘം സ്ഥലത്തെത്തി. ഇതോടെ കാണാതെ പോയ ഫയലിൽ 1 കണ്ടെത്തിയെന്നും നേതാക്കൾ പറഞ്ഞു. പട്ടാമ്പി നഗരസഭയിലെ 23-ാം വാർഡിലെ സ്ഥിരതാമസക്കാരനല്ലാത്ത 9 പേർക്ക് എതിരെ ആക്ഷേപം കൊടുത്ത് ആക്ഷേപത്തിന് വിധേയനായ ആളും ആക്ഷേപം നൽകിയ ആളും ഹിയറിംഗിന് ഹാജരാകേണ്ടതുണ്ട്. എന്നാൽ ആക്ഷേപം നൽകിയ ആള് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നഗരസഭയിൽ ആക്ഷേപത്തിന് വിധേയനായ ആളെ കാത്തിരുന്നിട്ട് ആള് വന്നില്ല എന്ന് മാത്രമല്ല 9 പേർക്കെതിരെ ആക്ഷേപം നടത്തിയതിൽ 2 ഫയലുകൾ നഗരസഭയിൽ നിന്നും കാണാതായിട്ടുണ്ട്. സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും CPM നേതാവ് വിജയകുമാർ പറഞ്ഞു. വനിതാ സെക്രട്ടറിയാണ്. അപ്പൊ തന്നെ ഞങ്ങൾ ഇടപെട്ടു. അപ്പോഴാ പറഞ്ഞൊരു ഫയല് കാണാനില്ല, അത് കെട്ടിയിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്നുള്ളത്. ഈ ഫയല് കാണാതിരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കാർക്കും അറിയില്ല. ഫയല് ഉദ്യോഗസ്ഥന്മാരാണ് സൂക്ഷിക്കല്. ആ ഫയല് അവിടെ തിരക്കിന്റെ ഇടയിലായിരിക്കാം, എന്തുണ്ടായെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് സെക്രട്ടറി. ഇപ്പോൾ അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. പിന്നെ സംഭവത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും തടഞ്ഞുവെച്ചുവെന്നും കാണിച്ച് നഗരസഭാ സെക്രട്ടറി കോൺഗ്രസ് നേതാക്കളായ 2 പേർക്കെതിരെ പോലീസിൽ പരാതി നൽകി. മാനസിക പ്രയാസമുണ്ടാക്കിയെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.